ഒരു സ്റ്റോക്ക് അനലൈസ് ചെയ്യുമ്പോൾ മിക്കവാറും എല്ലാവരും എവിടെയാണ് തുടങ്ങാറ്? ഇൻകം സ്റ്റേറ്റ്മെന്റിലാണ് അല്ലെ? അവർ പ്രോഫിറ്റ് കൂടുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ആഹാ, ഒരു വിന്നറെ കിട്ടിയിട്ടുണ്ട്, ഈ വീഡിയോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എന്തുകൊണ്ടാണ് അതൊരു തെറ്റായ തീരുമാനമാണെന്നും നിങ്ങൾക്ക് ഒരു വീക്ക് കമ്പനിയിലേക്ക് എത്തിക്കാൻ അതിന് എങ്ങനെ കഴിയുമെന്നും കാണിച്ചു തരാം. നോക്കൂ, ഏർണിംഗ് നമുക്ക് പല രീതിയിൽ മാറ്റങ്ങൾ വരുത്തി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ക്യാഷ് ഫ്ലോ അങ്ങനെയാണ്, അത് ഫേക്ക് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്. പ്രൊഫഷണലുകൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. മിക്ക ആളുകളും അവഗണിക്കുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് എങ്ങനെ മോശം ഇൻവെസ്റ്റ്മെന്റുകളെ പെട്ടെന്ന് ഒഴിവാക്കാം എന്ന് നമുക്ക് നോക്കാം. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഹെഡ്ലൈനുകളും പ്രോഫിറ്റ് നമ്പറുകളും മാത്രം നോക്കി സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുന്നത് നിർത്തുക. ഇന്ന് നമ്മൾ ക്യാഷിനെ പിന്തുടരും, കാരണം ക്യാഷ് ഈസ് കിങ് എന്നാണല്ലോ. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് തീരുമാനങ്ങളെ ഗണ്യമായിട്ട് മെച്ചപ്പെടുത്തുന്ന ഒരു പവർഫുൾ ഫിൽട്ടർ നിങ്ങൾ പഠിക്കും. പേപ്പറിൽ ഗംഭീരമായി തോന്നുമെങ്കിലും രഹസ്യമായിട്ട് ഫ്യൂവൽ തീർന്നുകൊണ്ടിരിക്കുന്ന കമ്പനികളെ കണ്ടെത്താനും ഇത് നിങ്ങളെ സഹായിക്കും. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻ. എന്തുകൊണ്ടാണ് ഇൻകം വെച്ച് തുടങ്ങുന്നത് ഒരു പ്രശ്നമാകുന്നത്? കാരണം നിങ്ങൾ ഈ ഒരു പ്രോഫിറ്റ് നമ്പർ കാണുന്ന ഇൻകം സ്റ്റേറ്റ്മെന്റ് അക്രൂവൽ അക്കൗണ്ടിങ് എന്നൊരു രീതിയാണ് ഉപയോഗിക്കുന്നത്. അതായത് കമ്പനികൾക്ക് ക്യാഷ് കയ്യിൽ കിട്ടുമ്പോൾ അല്ല അവർ ആ ഒരു വരുമാനം റെക്കോർഡ് ചെയ്യുന്നത്, ആ ഒരു വരുമാനം ഏൺ ചെയ്യുമ്പോൾ തന്നെ അവരത് റെക്കോർഡ് ചെയ്യും. അതുപോലെയാണ് എക്സ്പെൻസുകളുടെ കാര്യവും. പണം കൊടുക്കുമ്പോഴല്ല, എക്സ്പെൻസ് സംഭവിക്കുമ്പോൾ തന്നെ അത് റെക്കോർഡ് ചെയ്യും. ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആ ഒരു പ്രോഫിറ്റും യഥാർത്ഥത്തിലുള്ള ക്യാഷും തമ്മിലുള്ള ഒരു ഡിസ്കണക്ഷൻ ഉണ്ടാകും. ഉദാഹരണത്തിന്, നമ്മളൊരു പലചരക്ക് കടയിൽ നിന്ന് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങുകയും മാസാവസാനം ആ ഒരു കണക്ക് തീർക്കുകയും ചെയ്യുന്നത് പോലെയാണ് ആക്ച്വലി അവരുടെ ഒരു പേയ്മെന്റ് പോകുന്നത്. ബേസിക്കലി ആ പേയ്മെന്റ് പോകുന്നത് ഒരു സിംഗിൾ ഷോട്ട് ആയിട്ടാണ്, ഒരു സമയത്താണ്. പക്ഷെ ആ ഒരു പർച്ചേസ് അല്ലെ പ്രൊക്യൂർമെന്റ് നടക്കുന്ന സമയത്ത് തന്നെ ആ ഒരു പർച്ചേസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും, നമ്മുടെ ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു എമൗണ്ട് വന്നതുപോലെ കമ്പനി കണക്കാക്കുകയും കമ്പനിയുടെ ഇൻകം ആയിട്ട് അത് മാർക്ക് ചെയ്യും. ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, കമ്പനി വളരെ വലിയ ഒരു സെയിൽസ് നടത്തി, ആ ഒരു ക്വാർട്ടറിലെ പ്രോഫിറ്റ് കിട്ടും എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ കസ്റ്റമർ 90 ഡേ കാലാവധിയാണ് പണം നൽകുന്നതെങ്കിൽ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ഡിപ്രീസിയേഷൻ പോലെയുള്ള നോൺ ക്യാഷ് എക്സ്പെൻസുകളും ഉൾപ്പെടും. ഇത് പേപ്പറിൽ കമ്പനിയുടെ പ്രോഫിറ്റ് കുറയ്ക്കുന്ന ഒരു അക്കൗണ്ടിംഗ് ചാർജ് മാത്രമാണ്. യഥാർത്ഥത്തിൽ ക്യാഷ് ഒന്നും കമ്പനിയിൽ നിന്ന് പോകുന്നു. ഈ സിസ്റ്റം കാരണം അഗ്രസീവ് ആയിട്ടുള്ള മാനേജ്മെന്റ് ഏർണിംഗ് യഥാർത്ഥത്തിലുള്ളതിനേക്കാൾ മികച്ചതായിട്ട് കാണിക്കാൻ പല പഴുതുകളും ഉണ്ടാവും. എന്നാൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഈ ആശയക്കുഴപ്പങ്ങൾക്കെല്ലാം ഒരു സൊല്യൂഷൻ നൽകുന്നു. ഇത് ബേസിക്കലി കമ്പനിയുടെ ചെക്ക് ബുക്ക് പോലെയാണ്. ക്യാഷ് വന്നതിന്റെയും പോയതിന്റെയും ലളിതമായിട്ടുള്ള റെക്കോർഡിംഗ് ആണ്. ഇതിൽ കൃത്രിമം കാണിക്കുന്നത് സാധ്യമല്ല. പക്ഷേ അക്കൗണ്ടിംഗ് എസ്റ്റിമേറ്റ്സ് വെച്ച് കളിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു കമ്പനി പ്രോഫിറ്റബിൾ ആണെന്ന് പറയുന്നു, പക്ഷേ എല്ലാ വർഷവും അവരുടെ ക്യാഷ് ബാലൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ റെഡ് ഫ്ലാഗ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉടൻ തന്നെ തുറന്നു കാണിക്കുകയും ചെയ്യും. ദ 3 pillars of cash flow. സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസിന്റെ ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ്, ഫിനാൻസിംഗ്, ഇങ്ങനെ 3 ലളിത ഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഈ 3 സെക്ഷനുകൾ നോക്കുന്നതിലൂടെ ഒരു കമ്പനിയുടെ ഹെൽത്തും സ്ട്രാറ്റജിയും സംബന്ധിച്ച് അതിശയകരമായ വിധം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചിത്രം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ഏരിയയിൽ നിന്ന് തുടങ്ങാം. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഇത് കമ്പനിയുടെ പ്രധാന ബിസിനസ്സിൽ നിന്ന്, അതായത് അവരുടെ പ്രോഡക്റ്റുകളോ സർവീസുകളോ വിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന ക്യാഷാണ്. ആരോഗ്യമുള്ള ഒരു സുസ്ഥിരമായിട്ടുള്ള ഏതൊരു കമ്പനിക്കും ഈ ഒരു നമ്പർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. പോസിറ്റീവും വളരുന്നതുമായിട്ടുള്ള ഒരു CFO കാണിക്കുന്നത് ആ ഒരു കമ്പനിയുടെ പ്രധാന ബിസിനസ് അതിനു വേണ്ട പണം സ്വയം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. നെഗറ്റീവ് CFO ഉള്ള ഒരു കമ്പനി സ്വന്തം ജോലിക്ക് ശമ്പളത്തേക്കാൾ കൂടുതൽ ചെലവാക്കുന്ന ഒരു വ്യക്തിയെ പോലെയാണ്. ഇത് അടിസ്ഥാനപരമായിട്ട് ക്യാഷ് നഷ്ടപ്പെടുത്തുകയാണ്. ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റെവിടെ നിന്നെങ്കിലും നമ്മൾ പണം കണ്ടെത്തേണ്ടിയിരിക്കും. അടുത്തത് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. കമ്പനി വളർച്ചയ്ക്കായിട്ട് അവരുടെ പണം എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും CapEx അഥവാ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകൾ ഉൾപ്പെടുന്നു. അതായത് ഫാക്ടറികൾ, മെഷീനറി, ടെക്നോളജി തുടങ്ങിയ ലോങ് ടൈം അസറ്റുകൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണം. ഒരു കമ്പനിക്ക് ഈ നമ്പർ മിക്കവാറും നെഗറ്റീവ് ആയിരിക്കണം. ഒരു നെഗറ്റീവ് CFI ഒരു നല്ല കാര്യമാണ്. അതിനർത്ഥം കമ്പനി ഭാവിയിലെ വളർച്ചയ്ക്ക് വേണ്ടി ബിസിനസ്സിൽ വീണ്ടും വീണ്ടും ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. മറുവശത്ത് ഈ നമ്പർ സ്ഥിരമായിട്ട് പോസിറ്റീവ് ആണെങ്കിൽ അതൊരു മുന്നറിയിപ്പാണ്. കമ്പനി ഒരു പക്ഷേ അവരുടെ അസറ്റുകൾ വിറ്റ് ക്യാഷ് ഉണ്ടാക്കുകയാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവസാനത്തേത് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിംഗ് ആക്ടിവിറ്റീസ്. ഇതൊരു കമ്പനിയും അതിന്റെ ഓണേഴ്സും ലെൻഡേഴ്സും തമ്മിലുള്ള ക്യാഷ് മൂവ്മെന്റ് ട്രാക്ക് ചെയ്യുന്നു. ഇതിൽ കടം വാങ്ങുന്നതും സ്റ്റോക്ക് ഇഷ്യൂ ചെയ്യുന്നതും കടം തിരിച്ചടയ്ക്കുന്നതും സ്റ്റോക്ക് ബൈബാക്ക് ചെയ്യുന്നതും ഡിവിഡൻഡ് കൊടുക്കുന്നതും ഒക്കെ ഉൾപ്പെടും. ശക്തവും മെച്ചൂർ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിന്റെ ലക്ഷണമാണിത്. ഇതിനർത്ഥം കമ്പനി അവരുടെ സ്വന്തം ക്യാഷ് ഉപയോഗിച്ച് കടം തിരിച്ചടയ്ക്കുകയോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് പ്രതിഫലം നൽകുകയോ ഇവയൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവ രണ്ടും വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരു ബിസിനസിന്റെ ലക്ഷണങ്ങൾ തന്നെയാണ്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഒരു ഹെൽത്തി കമ്പനിയുടെ ഐഡിയൽ പാറ്റേൺ നമുക്ക് കാണാൻ കഴിയും. ഓപ്പറേഷൻസിൽ നിന്ന് പോസിറ്റീവ് ക്യാഷ്, ഇൻവെസ്റ്റിംഗിൽ നെഗറ്റീവ് ക്യാഷ്, ഫിനാൻസിംഗിൽ നെഗറ്റീവ് ക്യാഷ്. ഈ ലളിതമായ കോമ്പിനേഷൻ ശക്തമായിട്ടുള്ള ഒരു കഥയാണ് പറയുന്നത്. ബിസിനസ് ക്യാഷ് ഉണ്ടാക്കുന്നു,
വളർച്ചയ്ക്കായിട്ട് റീഇൻവെസ്റ്റ് ചെയ്യുന്നു, ബാക്കിയുള്ളത് കടം വീട്ടാനോ അല്ലെങ്കിൽ നിങ്ങൾ എന്ന ഷെയർ ഹോൾഡർക്ക് പ്രതിഫലം നൽകാനോ ഉപയോഗിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും കമ്പനീസിന്റെ റൈറ്റ് പൊസിഷൻ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, ഒരു പ്രൊഫഷണലിനെ പോലെ കമ്പനിയെ അനലൈസ് ചെയ്യാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ആ ഒരു ലൈക്ക് ബട്ടൺ അമർത്തുക. കൂടാതെ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ നിന്ന് വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് യൂട്യൂബിന്റെ അൽഗോരിതത്തോട് പറയും. അതുപോലെ ആ വീഡിയോ നിങ്ങൾക്ക് മിസ്സാകാതിരിക്കാനും അത് സഹായിക്കും. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുത്തേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊരു വലിയ മോട്ടിവേഷൻ ആയിരിക്കും. ഫ്രീ ക്യാഷ് ഫ്ലോ, ദ അൾട്ടിമേറ്റ് മെട്രിക്. ഇപ്പോൾ നമ്മൾ 3 തൂണുകളെ കുറിച്ച് മനസ്സിലാക്കി. ഇനി നമുക്കൊരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മെട്രിക് എന്താണെന്ന് കണക്കാക്കാം. ഫ്രീ ക്യാഷ് ഫ്ലോ. ഒരു കമ്പനിക്ക് അതിന്റെ പ്രവർത്തനം നിലനിർത്താനും വളരാനും ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പണം ചെലവഴിച്ചതിന് ശേഷം ബാക്കി വരുന്ന ക്യാഷ് ആണ് ഫ്രീ ക്യാഷ് ഫ്ലോ. ഇതിലെ ഏറ്റവും നല്ല കാര്യം ഇതിന്റെ കണക്ക് കൂട്ടൽ വളരെ ലളിതമാണ് എന്നുള്ളതാണ്. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസിൽ നിന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കുറച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും. ഈ ഒരു കാപെക്സ് നിങ്ങൾക്ക് ഇൻവെസ്റ്റിംഗ് സെക്ഷനിൽ നിന്ന് കാണാൻ കഴിയും. ഇതാണ് യഥാർത്ഥ പ്രോഫിറ്റ്. ഈ ക്യാഷ് ഉപയോഗിച്ച് കമ്പനിക്ക് കടം വീട്ടാനും മറ്റ് ബിസിനസ്സുകളെ ഏറ്റെടുക്കാനും സ്റ്റോക്കുകൾ ബൈബാക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഡിവിഡൻഡ് നൽകാനും ഒക്കെ സാധിക്കും. ഇതിനൊന്നും കൂടുതൽ കടം വാങ്ങേണ്ട ആവശ്യമില്ല. ശക്തവും വളരുന്നതുമായിട്ടുള്ള ഫ്രീ ക്യാഷ് ഫ്ലോ ഉള്ള ഒരു കമ്പനിക്ക് ധാരാളം ഓപ്ഷനുകളും ഫിനാൻഷ്യൽ പവറും. നിങ്ങൾ ഒരു ബിസിനസിനെ വാല്യൂ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യുന്നത് വരും വർഷങ്ങളിൽ ഫ്രീ ക്യാഷ് ഫ്ലോ ഉണ്ടാകാനുള്ള അതിന്റെ കഴിവിനെ പ്രവചിക്കുകയാണ്. അത്രയ്ക്കും പ്രധാനപ്പെട്ട ഒരു നമ്പറാണ് ഫ്രീ ക്യാഷ് ഫ്ലോ. ദ സീക്രട്ട് വെപ്പൺ റീഡിംഗ് ദ നോട്ട്സ്. ശക്തമായിട്ടുള്ള നമ്പറുകൾ പോലും മുഴുവൻ കഥയും പറയുന്നില്ല. നമ്മളുടെ പ്രാഥമിക അനാലിസിസ് പൂർത്തിയാക്കാൻ മിക്ക ഇൻവെസ്റ്റർമാരും പരിശോധിക്കുമ്പോൾ മെനക്കെടാത്ത ഒരിടം കൂടി നമുക്ക് നോക്കിപ്പോകണം. ആനുവൽ റിപ്പോർട്ടിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ കൂടെയുള്ള നോട്ട്സ്. ഇവിടെയാണ് കമ്പനികൾ നമ്പറുകൾക്ക് പിന്നിലെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന വരുമാനത്തിന്റെ ഉറവിടങ്ങൾ, ഡെപ്റ്റ്, എഗ്രിമെന്റുകൾ, കൂടാതെ സ്റ്റേറ്റ്മെന്റുകൾ നേരിട്ട് കാണാത്ത മറ്റ് നിർണായക വിവരങ്ങളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇവയൊക്കെയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഒരു എക്സാമ്പിൾ എന്ന നിലയിൽ നമുക്ക് മാരുതി സുസുക്കിയെ ഒന്ന് പഠിക്കാം. നിങ്ങൾ നല്ല റവന്യൂ കണ്ട് എല്ലാം മികച്ചതാണെന്ന് വിചാരിച്ചേക്കാം. എന്നാൽ അവരുടെ ആനുവൽ റിപ്പോർട്ടിലെ നോട്ടുകൾ വിശദമായി പരിശോധിക്കുമ്പോൾ അതിന്റെ പാരന്റ് കമ്പനിയായ ജപ്പാനിലെ സുസുക്കിക്ക് നൽകുന്ന ഒരു വലിയ റോയൽറ്റി, പേയ്മെന്റുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇവയൊക്കെ കാണാൻ കഴിയും. ഉദാഹരണത്തിന് 2023 സാമ്പത്തിക വർഷത്തെ ഈ ഒരു പേയ്മെന്റുകൾ കമ്പനിയുടെ ലാഭത്തിന്റെ ഒരു വലിയ ഭാഗമായിരുന്നു. ഇത് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ലഭ്യമാകുന്ന ക്യാഷിനെയും പ്രോഫിറ്റിനെയും നേരിട്ട് ബാധിക്കും. ഈ ഒരു നോട്ടുകൾ വായിക്കാതെ നിങ്ങൾ കമ്പനിയുടെ യഥാർത്ഥ ലാഭക്ഷമതയെ പൂർണ്ണമായിട്ടും തെറ്റിദ്ധരിച്ചേക്കാം. കഥയുള്ളത് ഡീറ്റെയിൽസിലാണ്. ആ ഒരു ഡീറ്റെയിൽസ് നോട്ടുകൾ. തീർച്ചയായിട്ടും നോട്ടുകൾ വായിക്കാതെ പോകരുത്. അടുത്തായിട്ട് കേസ് സ്റ്റഡി ഇൻ ക്യാഷ് ഫ്ലോ അനാലിസിസ്. ഇനി ക്യാഷ് ഫ്ലോ ഫസ്റ്റ് അപ്രോച്ച് വോഡാഫോൺ ഐഡിയ ഒരു ട്രിക്കി സാഹചര്യത്തിൽ എങ്ങനെ സഹായിക്കുമെന്ന് നോക്കാം. വർഷങ്ങളായി വലിയ കടവും കടുത്ത മത്സരവും കാരണം ഈ കമ്പനി തളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻകം സ്റ്റേറ്റ്മെന്റിലെ വലിയ നഷ്ടങ്ങൾ കണ്ട് പല ഇൻവെസ്റ്റർമാരും ഈ സ്റ്റോക്കിനെ എഴുതി തള്ളുകയും ചെയ്തു. എന്നിരുന്നാലും ചിട്ടയായിട്ടുള്ള ക്യാഷ് ഫ്ലോ അനാലിസിസ് കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ള സൂക്ഷ്മമായ ഒരു ചിത്രം നമുക്ക് നൽകുന്നു. കമ്പനി ഇപ്പോഴും വലിയ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട നഷ്ടങ്ങൾക്കിടയിലും ചില സമയങ്ങളിൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ മെച്ചപ്പെടുകയോ അല്ലെങ്കിൽ സ്റ്റഡിയായിട്ട് നിൽക്കുകയോ ചെയ്യുന്നത് ഒരു ഇൻവെസ്റ്റർക്ക് കാണാമായിരുന്നു. അതുപോലെ ഫിനാൻസിംഗ് സെക്ഷനിൽ നോക്കിയാൽ കടം മാനേജ് ചെയ്യാൻ കമ്പനി കാര്യമായി ശ്രമിക്കുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ ഒരു കോമ്പിനേഷൻ വിജയകരമായ ഒരു തിരിച്ചുവരവ് ഉറപ്പ് നൽകുന്നില്ല എങ്കിലും കമ്പനിയുടെ അവസ്ഥ ഇപ്പോഴും പ്രയാസകരമാണ്. എന്നിരുന്നാലും നമുക്ക് അവിടെ ഒരു പോസിറ്റീവ്നെസ് കാണാൻ കഴിയും. ഇത് ഹെഡ്ലൈനുകളോ അല്ലെങ്കിൽ നെറ്റ് ലോസോ മാത്രം നോക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമല്ല. ആഴത്തിലുള്ള ഒരു ഇൻസൈറ്റ് നൽകാൻ തീർച്ചയായിട്ടും ഈ ഇൻഫർമേഷൻ നമ്മളെ സഹായിക്കുന്നു. മാനേജ്മെന്റ് അവരുടെ കയ്യിലുള്ള യഥാർത്ഥ ക്യാഷ് ഉപയോഗിച്ച് അതിജീവിക്കാൻ എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഇതെല്ലാം ഒത്തുചേർന്ന് വായിക്കുമ്പോൾ സ്റ്റോക്ക് അനാലിസിസിനുള്ള ഒരു യഥാർത്ഥ കോംപ്രഹെൻസീവ് അപ്രോച്ച് ഹൈപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഏർണിംഗ് നമ്പറിൽ നിന്നോ അല്ല തുടങ്ങുന്നത്. അതിന്റെ ക്യാഷിന്റെ തണുത്ത യാഥാർത്ഥ്യങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ ആദ്യത്തെ ഫിൽട്ടർ ആയിട്ട് ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വലിയൊരു വിഭാഗം വീക്ക് കമ്പനികളെ ഉടനടി ഒഴിവാക്കാൻ കഴിയും. ഇനി മുതൽ ഇതാണ് നിങ്ങൾ ഒരു പുതിയ സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചെക്ക് ലിസ്റ്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തുടങ്ങുക. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് ചെക്ക് ചെയ്യുക. സ്ഥിരമായി പോസിറ്റീവ് ആണോ, അതാണ് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ആദ്യത്തെ കടമ. ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് നെഗറ്റീവ് ആണോ, നല്ലത്, അവർ ഭാവിക്ക് വേണ്ടി റീഇൻവെസ്റ്റ് ചെയ്യും. ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിംഗ് നെഗറ്റീവ് ആണോ, കൊള്ളാം, ഇത് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ സൂചിപ്പിക്കുന്നു. കമ്പനിയുടെ യഥാർത്ഥ ഏർണിംഗ് പവർ കണ്ടെത്താൻ ഫ്രീ ക്യാഷ് ഫ്ലോ കണക്കാക്കുക. അവസാനമായി നമ്പറുകൾക്ക് പിന്നിലെ കഥ കണ്ടെത്താൻ ആനുവൽ റിപ്പോർട്ടിലെ നോട്ടുകളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് പഠന വിധേയമാണ്. ഈ ഒരു പ്രോസസ് പിന്തുടരുന്നതിലൂടെ നിങ്ങളുടെ ഊഹങ്ങൾ നിർത്തി ബിസിനസിനെ തന്നെ അനലൈസ് ചെയ്യാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കഴിയും. പ്രൊഫഷണലുകൾ ശക്തമായ കമ്പനികളെ കണ്ടെത്താനും അടിത്തറയില്ലാത്ത കമ്പനികളെ ഒഴിവാക്കാനും ഉപയോഗിക്കുന്ന ഒരു ഫ്രെയിംവർക്കാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നത്. ഇപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുണ്ട്. വ്യക്തമായ ഒരു ലെൻസിലൂടെയാണ് നിങ്ങളിപ്പോൾ ബിസിനസിനെ നോക്കുന്നത്. ക്യാഷിന്റെ ആ ഒരു ലെൻസിലൂടെ നിങ്ങളുടെ
നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് ടൂൾ കിറ്റ് ഇനിയും വികസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബാലൻസ് ഷീറ്റ് എങ്ങനെ വായിക്കാം എന്നതിനെ കുറിച്ചുള്ള എന്റെ മറ്റു വീഡിയോകൾ കാണുക. ഈ ഒരു പ്രോസസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും ഇതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും വരാം. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ